Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത അധ്യായം 15 പുരുഷോത്തമ യോഗം. ഭഗവത്ഗീത യഥാരൂപം എത്ര പേരെടുത്ത് പുസ്തകമുണ്ട്? ഭഗവത്ഗീത യഥാരൂപം കൊള്ളാം ഏകദേശം പകുതിയോളം ആൾക്കാരുടെ അടുത്തുണ്ട്. സാധാരണ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഭഗവത്ഗീത ബുക്ക് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്നാണ് പറയുന്നത്. പലരിടത്തും ഫോണിലാണ് അവർ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോണല്ല നമുക്ക് ആവശ്യം, പുസ്തകമാണ്. പുസ്തക വിതരണം, പുസ്തക പഠനം, ഇതാണ് നമുക്ക് ആവശ്യം. ഫോൺ വിതരണം, ഫോൺ പഠനമല്ല നമുക്ക് ആവശ്യം. അപ്പം എത്ര പറ്റുന്നോ അത്രത്തോളം നമ്മൾ കയ്യിൽ പുസ്തകം കരുതേണ്ടതാണ്. ഭഗവത്ഗീത എവിടെ പോയാലും ഏതെങ്കിലും ഒരു പ്രഭുപാദിൻ്റെ പുസ്തകം നമ്മുടെ സഞ്ചിക്കകത്തുണ്ടായിരിക്കണം. ബാഗിലോ, സ്കൂൾ ബാഗിലോ, സഞ്ചിക്കകത്തോ, ഓഫീസ് ബാഗിലോ, എവിടെ പോയാലും ഒരു ചെറിയ പുസ്തകമെങ്കിൽ എടുത്തുകൊണ്ട് പോകണം. പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സമയം കിട്ടും. പലതവണ നമ്മൾ ജപിക്കുമ്പോൾ ഉറങ്ങിപ്പോവും. അപ്പോൾ സാരമില്ല, കുഴപ്പമില്ല. അതുപോലെ നമുക്ക് പഠിച്ചുകൊണ്ട് ഉറങ്ങിപ്പോവാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എവിടെ പോയാലും ജപസഞ്ചിയും പ്രഭുപാദിൻ്റെ ഏതെങ്കിലും ഒരു പുസ്തകം, പറ്റുമെങ്കിൽ ഭഗവത്ഗീത വലുതാണ്, തടിച്ചതാണ്. പറ്റൂലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പുസ്തകമെങ്കിലും കയ്യിൽ എപ്പോഴും ബാഗിൽ സൂക്ഷിക്കണം, അല്ലേ? ശരി. അപ്പോൾ 15-ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് 15-ാമത്തെ അധ്യായം തിരഞ്ഞെടുത്തത്? ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? പുരുഷോത്തമ മാസമാണ്. ശരിയാണ്, പുരുഷോത്തമ മാസമാണ്. എത്ര പേര് എന്നും 15-ാമത്തെ അധ്യായം പഠിക്കുന്നു? പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്ലോകം മാത്രം പറയാൻ ഒരുപാട് ഇവിടെ ഭാഗവത സപ്താഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ പോയാൽ അവിടെ ഒരുപാട് ശ്ലോകങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ശ്ലോകങ്ങൾ പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് അർത്ഥസഹിതം മനസ്സിലാക്കിയാലേ നമ്മളുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് തിരിച്ചിവിടെ വന്ന് നമ്മളുടെ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവഃ. സാധു എന്ന് പറയുന്ന ആള് ശൃണ്വന്തി, അദ്ദേഹം എന്തു ചെയ്യും? ആദ്യം കേൾക്കും. ശൃണ്വന്തി, ഇതുപോലെ സത്സംഗത്തിൽ പോയി പലതവണ പോയി കേട്ടത് തന്നെ മറുപടിയും കേട്ടുകൊണ്ടേയിരിക്കും. എത്ര പേരാണ് 15-ാമത്തെ അധ്യായം പല വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ? പല വർഷമായിട്ട് എന്നും എല്ലാ വർഷവും, അല്ലെങ്കിൽ എല്ലാ വർഷമല്ലല്ലോ, നമ്മളുടെ പുരുഷോത്തമ മാസം വരുന്നത് ഒരിക്കൽ, 2.5 വർഷം 3 വർഷം അടുപ്പിച്ചാവുമ്പോൾ ഒരിക്കലാണ് വരുന്നത്, അല്ലേ? നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്ന മുതൽ എല്ലാ പുരുഷോത്തമ മാസവും മുടങ്ങാതെ പുരുഷോത്തമ യോഗം എന്ന് പറയുന്ന 15-ാമത്തെ അധ്യായം എത്ര പേര് പഠിക്കുന്നുണ്ട് ഇതുവരെ? പാടാണ്. അത് നല്ലൊരു പാടുള്ള ചോദ്യമാണ്. ഈ വർഷമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇനി എത്ര ദിവസമുണ്ട് പുരുഷോത്തമ മാസം കഴിയാൻ? 15-ാം തീയതിയോ 16-ാം തീയതി എന്തോ ആണ് കഴിയുന്നത്. 16-ാം തീയതി. അപ്പോൾ 16-ാം തീയതി സമയമുണ്ട്. ഇന്ന് തീയതി എത്രയാണ്? ഇന്ന് 7. ഇനി എത്ര ദിവസമുണ്ട്? ഒരു 10 ദിവസം അടുപ്പിച്ചുണ്ട്, അല്ലേ? 20 ദിവസം നമ്മൾ ചില പേര് പഠിച്ചില്ല, കുഴപ്പമില്ല. ഇനിയുള്ള 10 ദിവസമെങ്കിലും എന്നും പ്രഭുപാദൻ്റെ യഥാരൂപം പുസ്തകം എടുത്തുകൊണ്ട് അതിൻ്റെ അർത്ഥവും ശ്ലോകവും അർത്ഥവും വായിച്ചങ്ങ് പോകണം. 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. രാവിലെ മുതൽ രാത്രി പോകുന്നതിന് മുമ്പ് വരെ എന്ത് വേണമെങ്കിലും ഒരു സമയം ചൂസ് ചെയ്യുക. ഒരു 10 മിനിറ്റ് ചൂസ് ചെയ്യുക. അതിനകത്ത് എന്നും പഠിക്കുക, വായിക്കുകയല്ല. നമ്മളിവിടെ മനോരമ വാരിക വായിക്കുന്ന പോലെ വായിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ശൃണ്വന്തി ഗായന്തി. നമ്മൾ കേട്ടത് മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കണം. അവർ കേട്ടത് നമുക്ക് പകർത്തി കൊടുക്കും. അതാണ് ശൃണ്വന്തി ഗായന്തി. പരസ്പരം കൃഷ്ണകഥാനുസ്മരണം. കൃഷ്ണനെ എങ്ങനെയാണ് സ്മരണം ചെയ്യാൻ പറ്റുന്നത്? ഇതുപോലെ സാധുസംഘത്തിൽ വന്ന് പലരും പറയുന്നതും നമ്മൾ പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷ്ണനോടുള്ള
കൃഷ്ണൻ്റെ കാര്യങ്ങൾ, ഭഗവത്ഗീതയെ യഥാരൂപത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് ചർച്ച ചെയ്യുന്നതാണ് പരസ്പര ഈശാനു കഥനം എന്ന് പറയുന്നത്. ഇപ്പോൾ ശൃണ്വന്തി, ഗായന്തി, മൂന്നാമത്തെ എന്താണ്? സ്വാഭാവികമായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഗ്രഹിക്കാൻ പറ്റും, നമ്മളുടെ ഹൃദയത്തിലോട്ട് കൊണ്ടുവരണം. ഒരു ചെവിയിൽ വെച്ച് മറ്റു ചെവിയിൽ വഴി അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൃദയത്തിലോട്ട് പോകുന്നില്ല. അതിൻ്റെ ശ്ലോകം നമ്മൾ ഓർത്തു വെക്കണം അല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് അർത്ഥം, സാരാർത്ഥം മതി. അതുപോലെ ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ അർത്ഥം കാണാപ്പാഠം പഠിക്കണം എന്നല്ല പറയുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ 5 ശ്ലോകങ്ങളിൽ എന്താണ് സാരാംശം, അടുത്ത 5 ശ്ലോകങ്ങളിൽ എന്താണ് സാരാംശം, അങ്ങനെ 20 ശ്ലോകം. എത്ര 5 ഉണ്ട് അതിനകത്തത്? 4-5 ഉണ്ട് അല്ലേ? അങ്ങനെ ഭാഗീകരിച്ച് നിങ്ങൾക്ക് പഠിക്കാനാകും. അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ സാരഗ്രാഹി, നമ്മൾ സാരത്തിനെ ഗ്രഹിക്കേണ്ടതാണ്. നമ്മൾ അതുപോലെ തത്തമ്മ പൂച്ച ഇതുപോലെ ഇതിൽ കൊടുത്ത വിവർത്തനം പോലെ പറയണം, അങ്ങനൊന്നും നിർബന്ധമൊന്നുമില്ല. ഇതിൽ പറയുന്ന ആശയം എന്താണോ അത് കൂടാതെയും കുറയ്ക്കാതെയും അതുപോലെ പറയണം. ആശയം മാറ്റാൻ പാടില്ല. പ്രഭുപാദരുടെ ആശയം എന്ന് പറയുന്നത് പരിശുദ്ധ ഭക്തൻ്റെ ആശയമാണ്. അപ്പം ഇത് ആചാര്യ പരമ്പരയിൽ വരുന്ന പ്രഭുപാദരുടെ സ്വന്തമായ ആശയമല്ല ഇത്. പ്രഭുപാദർക്ക് ഒരു സുപ്രഭാതത്തിൽ തോന്നി പുസ്തകം എഴുതണം യഥാരൂപം അങ്ങനെ എഴുതി പോകുന്നതല്ല. ഇത് ആചാര്യ പുസ്തകങ്ങൾ ഓരോന്നും വായിച്ച് അതിൽ നിന്നും പകർത്തിയെടുത്ത പുസ്തകമാണ്. ഇതിൽ ഓരോ വരിയും ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൽ ഏതെങ്കിലും ഒരു ശ്ലോകത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്, ഭാവാർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. അത്രയും ശാസ്ത്രാർത്ഥമായിട്ടാണ് പ്രഭുപാദർ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും അടുത്ത 10 ദിവസം എന്നും ഒരു 10 മിനിറ്റ് ചെലവ് ചെയ്ത് 15-ാമത്തെ അധ്യായം പഠിക്കുവാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ പുസ്തകത്തിൽ എല്ലാ അധ്യായത്തിലും തുടങ്ങുന്നതിന് മുമ്പ് ഒരു പടം കൊടുത്തിട്ടുണ്ട്. എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്? പുസ്തകത്തിൽ എല്ലാ അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഭക്തന്മാർ പ്രഭുപാദർക്ക് വേണ്ടി വരച്ചെടുത്ത കുറച്ച് പടങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടോ? ഓരോ അധ്യായത്തിനും ഒരു പടമുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ കലിയുഗത്തിൽ എന്താണ്? പ്രായേണ അല്പായുഷവ്യ കലോ അസ്മിൻ യുഗേജന മന്ദാ സുമന്ദമതയോ ഭാഗ്യ മന്ദഭാഗ്യ ഉപദ്രുത. നമ്മൾ ആലസ്യന്മാരാണ്. അതുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രഭുപാദന്റെ ശിഷ്യന്മാരും നമുക്ക് വേണ്ടി എന്ത് കൊടുത്തിട്ടുണ്ട്? ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ചിത്രം ആദ്യം നോക്കുക, ചിത്രത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുക, എന്നിട്ട് ശ്ലോകങ്ങൾ വായിക്കുക, അതിൻ്റെ വിവർത്തനം വായിക്കുക, ഭാവാർത്ഥം വായിക്കുക. ഓരോ തവണ ഈ വിവർത്തനവും ഭാവാർത്ഥം വായിക്കുമ്പം വീണ്ടും ചിത്രത്തിലോട്ട് വന്ന് നോക്കുക. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ചിത്രത്തിലുണ്ടോ ഒന്ന് നോക്കുക. അപ്പം അതിലും ഒരു ചിത്രമാണ് നമ്മുടെ 15-ാമത്തെ അധ്യായത്തിലെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇത് ആര് നോക്കിയിട്ടുണ്ട് ഇതുവരെ? സൂക്ഷിച്ച് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ഇതിൽ എന്തൊക്കെയുണ്ട്? 15-ാമത്തെ അധ്യായത്തിൻ്റെ സാരം തന്നെ ഈ ചിത്രത്തിൻ്റെ അകത്തുണ്ട്. എത്ര പേരുടെ അടുത്ത് ഭഗവത്ഗീത യഥാരൂപം പുസ്തകം ഇല്ല? പ്രഭുപാദറിൻ്റെ പുസ്തകം ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? വീട്ടിലെങ്കിലും ഉള്ളവർ. ഇല്ലെങ്കിൽ നമുക്കിവിടെ താഴെ ഗിഫ്റ്റ് സ്റ്റോർ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. മലയാളമായാലും തമിഴായാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും ഏത് ഭാഷയിലും 100ഓളം ഭാഷകളിൽ ഇത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുസ്തകങ്ങൾ ലഭ്യമാണ്, അത് നമുക്ക് പരമാവധി ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഈ ചിത്രം ആരൊക്കെ നിരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ഇതുവരെ? നോക്കിയിട്ടില്ല. ഇത് കളർ അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതുകൊണ്ട് ഇത് കണ്ട് പഠിക്കാൻ കുറച്ച് പ്രയാസമാണ്. കളർ ചിത്രം വേണമെങ്കിൽ ഞാൻ വാട്സാപ്പിൽ പിന്നെ അയച്ചു തരാം. പുസ്തകമുള്ളവർ നോക്കുക, ആ ചിത്രം നോക്കുക. പഴയ പുസ്തകത്തിലുണ്ടോ? പഴയതിലില്ല. ഓ, അത് ശരി. അപ്പം എന്തോ ഇത് എപ്പോഴാണ് വന്നതെന്ന് എനിക്കറിയില്ല. വേറെ ആരുടെയും പുസ്തകത്തിലുണ്ടോ ഈ ചിത്രം? കാണുന്നുണ്ടോ? അപ്പം എല്ലാവരും പുതിയ പുസ്തകം വാങ്ങിക്കുക, അത്രേ ഉള്ളൂ ചുരുക്കം അല്ലേ? നമുക്ക് ചിത്രം കൊണ്ടേ നമുക്ക് പഠിക്കാനാവത്തുള്ളൂ. വെറുതെ എഴുത്തുകൊണ്ട് പഠിക്കാനാവോ? നമുക്ക് ഒപ്പിടാൻ മാത്രമേ. നമ്മൾ മലയാളികളാണ്, നമുക്ക് സാക്ഷരത എന്ന് പറയുന്നത് എന്താണ്? മുദ്രപത്രത്തിലും ആധാരത്തിലും ഒപ്പിടാൻ മാത്രം നമുക്കറിയാം. പിന്നെ പത്രം വായിക്കാൻ അറിയാം.
ന്യൂസിൽ ഉണ്ട അക്ഷരത്തിൽ എഴുതി പോകുന്ന ആ ചുവന്ന കളറ് നോക്കി പഠിക്കാനറിയാം അല്ലേ? നമുക്ക് അത്രയ്ക്കേ നമുക്ക് വിദ്യാഭ്യാസമുള്ളൂ. ഭഗവത്ഗീതയൊക്കെ നമുക്ക് പഠിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അല്ലേ? അതുകൊണ്ട് ചിത്രമുള്ള പുസ്തകം എല്ലാവരും വാങ്ങിക്കുക അല്ലേ? ഈ പുസ്തകം ഉണ്ടെങ്കിൽ താഴെ ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കുക. ഇപ്പോൾ വാങ്ങിക്കണ്ട, ഞാനിപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്ത് ഈ ചിത്രത്തിൽ 2 ഭാഗമുണ്ട്, മുകൾ ഭാഗം, താഴ്ഭാഗം അല്ലേ? മുകൾ ഭാഗത്തിൽ എന്താണ്? രാധാകൃഷ്ണൻ ആധ്യാത്മിക ലോകമായ ഗോലോക വൃന്ദാവനത്തിൽ വൈകുണ്ഠത്തിൽ പശുക്കളൊപ്പം അല്ലേ, പക്ഷികളൊപ്പം, മയിലിനൊപ്പം, ചെടികൊടി വൃക്ഷങ്ങൾക്കൊപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് ആസ്വദിച്ച് അല്ലേ? സച്ചിത് ആനന്ദ വിഗ്രഹ, അതിൻ്റെ പരിപൂർണത, ആനന്ദം പരിപൂർണമായി കിട്ടുന്ന വ്യക്തിയാണ് ആരാണ്? ശ്രീകൃഷ്ണൻ. ഭഗവാനല്ല. കേരളത്തിൽ ഒരുപാട് ഭഗവാന്മാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുക. അല്ലെങ്കിൽ നമുക്ക് എന്തായിപ്പോവും, പുറത്ത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും, ഓ ഇത് എൻ്റെ ശിവഭഗവാനാണ്, എൻ്റെ അയ്യപ്പ ഭഗവാനാണ് എന്നൊക്കെ വിചാരിച്ചു പോകും. അതുകൊണ്ട് ഭഗവാൻ എന്നുള്ള വാക്ക് നമ്മൾ ആവുന്നത്രയും ഉപയോഗിക്കാതിരിക്കുക. കൃഷ്ണാവബോധത്തിൽ വന്നവർ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുക. ഭഗവാൻ എന്നുള്ള വാക്ക് അതൊരു അവ്യക്തിഗതമായ വാക്കാണ്, അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല ആരിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ്, മുകൾ ഭാഗം, താഴ്ഭാഗം. മുകളിൽ വൈകുണ്ഠധാമം, ഗോലോകധാമം, അവിടെ രാധാകൃഷ്ണൻ തൻ്റെ വിഹാരം ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? വൃന്ദാവന വിഹാരിലാൽ എന്നാണ് പറയുന്നത്. വൃന്ദാവന വിഹാരിലാൽ, വൃന്ദാവനത്തിൽ ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുക. താഴ്ഭാഗത്തിലാണ് ആരാണ്? നമ്മളാണ്. താഴ്ഭാഗത്തിൽ എന്താണ്? ഭൗതിക ലോകമാണ്. ഭൗതിക ലോകം താഴ്ഭാഗത്ത്, മേൽഭാഗത്ത് ആധ്യാത്മിക ലോകം അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനം. ഇത്രയും മനസ്സിലായോ? 15ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ കാര്യം മനസ്സിലായോ? 2 കാര്യങ്ങളുണ്ട്. പിന്നെന്താണ് ഇതിൻ്റെ അകത്ത്? താഴോട്ട് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. താഴെ ഉള്ളത് എന്താണ്? ഒരു വലിയ വൃക്ഷത്തിൻ്റെ വേരും ശാഖകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഒരു വലിയ ആൽവൃക്ഷത്തിൻ്റെ, സാധാരണ വൃക്ഷമല്ല, തെങ്ങല്ല, മാവല്ല, ഏതിൻ്റെയാണ്? ആൽവൃക്ഷം. ആൽവൃക്ഷം എങ്ങനെയാണ് ഇരിക്കുന്നത്? ഈ ചിത്രത്തിൽ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? തലകുത്തനെയാണ് കാണിച്ചിരിക്കുന്നത്, പ്രതിബിംബമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ശരിയായ ബിംബം അല്ലെങ്കിൽ ആ ആൽമരം നിൽക്കുന്നത് എവിടെയാണ്? ആധ്യാത്മിക ലോകത്തിലാണ് നിൽക്കുന്നത്. ഈ ജലാശയത്തിൽ, അതിൻ്റെ ജലാശയത്തിൻ്റെ ഈ എന്താണ്, നദിയുടെ അരികിൽ, നദിയോരത്തിൽ വൃക്ഷങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ ഒരു കുളം പോലെ കാണും. അവിടെ സൈഡിൽ ഒരു വൃക്ഷം നിൽക്കും, ഇങ്ങനെ മാവോ തെങ്ങോ എന്തെങ്കിലുമൊക്കെ നിൽക്കും. അതുപോലെ ഒരു ആലുണ്ടെന്ന് സങ്കല്പിക്കുക. ആ ആൽ വൃക്ഷത്തിൻ്റെ ഛായ എവിടെ വീഴുന്നു? വെള്ളത്തിൽ വീഴുന്നു. ആ വെള്ളത്തിൽ ആ ഛായ എന്ന് പറയുന്നത് എന്താണ്? പ്രതിബിംബമാണ്, ആൽവൃക്ഷത്തിൻ്റെ പ്രതിബിംബമാണ്. അപ്പം ശരിക്കും ആൽവൃക്ഷം എവിടെയാണ് നിൽക്കുന്നത്? മേളിലോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. ആൽവൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്ന് ഭയങ്കര വലുതാണ്, അതിൻ്റെ വേരുകൾ എങ്ങനെയാണ്? താഴേന്നും മുകളിലോട്ടും മോളിൽ നിന്നും താഴോട്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഉപമയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൽവൃക്ഷത്തിൻ്റെ പ്രതിബിംബം, അതാണ് താഴെ ഉള്ള ഭാഗം. അതിൻ്റെ ശാഖകളും അതിൻ്റെ വേരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരേ ഇരുട്ടാണ് താഴെ അല്ലേ? താഴെ നോക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ അവസാനമുള്ളവർ ചിലവർ കാണാൻ പറ്റത്തില്ല, പക്ഷേ അടുത്തുള്ള ഒരു 2-3 റോയിൽ ആൾക്കാർക്ക് കാണാൻ പറ്റും. ഭയങ്കര ഇരുട്ടാണ് താഴോട്ട് പോകുന്തോറും ഇരുട്ടാണ്. അപ്പം അതെന്താണ് പറയുന്നത്? 3 ഗുണങ്ങളുണ്ട്. എന്ത് ഗുണങ്ങളുണ്ട് നമുക്ക്? ഈ സത്വം, രജസ്, തമസ്. ഭൗതിക ലോകത്തിൽ 3 ഗുണങ്ങളുണ്ട് അല്ലേ? സത്വം, രജസ്, തമസ്. അപ്പോൾ ഈ ബോർഡർ, ഈ ഒരു അതിർത്തി എന്ന് പറയുന്നത് എന്തിൻ്റെ അതിർത്തിയാണ്? ആധ്യാത്മ ലോകത്തിൻ്റെയും ഭൗതിക ലോകത്തിൻ്റെയും അതിർത്തി. ആ ജലാശയം, അത് ഉപമ കാണുക. ജലാശയം,
ആ ജലാശയത്തിൽ നിന്നും ആ വൃക്ഷത്തിൻ്റെ പ്രതിബിംബം താഴോട്ട് പോകുന്തോറും ഇരുണ്ട് പോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സത്വഗുണം കുറഞ്ഞുകൊണ്ട് വരികയാണ്. സത്വഗുണം മാറി ക്രമേണ രജോ ഗുണം, ക്രമേണ തമോ ഗുണം. ഇരുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ സത്വഗുണത്തിൽ ഉള്ള ജീവസത്തകൾ അതാണ് മേൽഭാഗത്തിലുള്ളത്. രജോ ഗുണത്തിലുള്ള ജീവസത്തകൾ മധ്യഭാഗത്തിലുള്ളത്, തമോ ഗുണത്തിലുള്ള ജീവസത്തകൾ താഴോട്ടുള്ള ഭാഗത്തുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. താഴോട്ട് പോകുന്തോറും നമ്മൾ പാപങ്ങൾ, അതായത് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് പാപങ്ങളും പുണ്യങ്ങളുമാണ്. ഒരു ജീവസത്ത ചെയ്യുന്ന പാപവും പുണ്യമാണ് അതിനും താഴോട്ടും മേളിലോട്ടും കൊണ്ടുപോകുന്നത്. അതായത് നമുക്ക് താഴോട്ട് കൊണ്ടുപോകുന്നത് എന്താണ്? നമ്മൾ ചീത്ത പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ തമോ ഗുണത്തിൽ ഉൾപ്പെട്ട പ്രവൃത്തികൾ, നല്ല ഉറക്കം അല്ലേ? 12 മണിക്കൂർ ഉറങ്ങുക. എത്ര പേര് 12 മണിക്കൂർ ഉറങ്ങുന്നുണ്ട് ഇവിടെ? കൊള്ളാം, ഹൈഫൈ. ഇനി 11 മണിക്കൂർ ഉറങ്ങിയാൽ മതി കേട്ടോ. ശരി, ഓക്കെ. 12 മണിക്കൂർ. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം ഇനി 11 മണിക്കൂർ ഉറങ്ങിയാൽ മതി. അമ്മ എടുത്ത് പറയണേ. ഓക്കെ. അപ്പോൾ 11 മണിക്കൂർ 12 മണിക്കൂർ ഉറങ്ങുന്നവര് എന്താണ്? തമോ ഗുണത്തിൽ ഉള്ളവരാണ്. ആഹാരശുദ്ധം സത്വശുദ്ധം. സത്വശുദ്ധോ ധ്രുവാസ്മൃതി. എന്താണത്? ഉപനിഷത്തിലെ വാക്ക് എന്താണ്? ആഹാരശുദ്ധൗ സത്വശുദ്ധി സത്വശുദ്ധൗ ധ്രുവാസ്മൃതി. അതാണ് ഉപനിഷത്ത് പറയുന്നത്. ആഹാരം സത്വഗുണത്തിലുള്ള, വെജിറ്റേറിയൻ അല്ല, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അല്ല, അത് രണ്ടും എന്താണ്? നോൺ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ എന്തായാലും അത് തമോ ഗുണമാണ്. ഇനി വേറെ ഒരു മൃഗത്തിനെ അല്ലെങ്കിൽ ഒരു പ്രാണിയെ നമ്മൾ വധിച്ച് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിനെ എതിർത്തുകൊണ്ട് ഒരു മീൻ എന്താണ്? പെടയ്ക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെടയ്ക്കും. അതിന് ഒട്ടും ഇഷ്ടമല്ല വെള്ളത്തിൽ നിന്ന് പുറത്തു വരാൻ. നമ്മൾ ബലം പ്രയോഗിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അതിനെ കരയിലിട്ട് കുറച്ചു നേരം അതിന് ചാകാൻ വിട്ട് എന്നിട്ട് അതിനെ വറുത്താണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് കൊലയാണ് അല്ലേ? അപ്പോൾ ഇത് സത്വശുദ്ധി അല്ല, ഇത് തമോ ഗുണമാണ്. എന്താണ്? നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് തമോ ഗുണമാണ്. വെജിറ്റേറിയൻ കഴിക്കുന്നതോ അത് രജോ ഗുണമാണ്. വെജിറ്റേറിയൻ മാത്രം കഴിച്ചാൽ പോരാ. ആഹാരശുദ്ധവും സത്വശുദ്ധി. സത്വശുദ്ധം എന്ന് പറഞ്ഞാൽ സാത്വികം നിറഞ്ഞ ആഹാരം കഴിക്കുക. അതെന്താണ് സാത്വിക ഗുണമുള്ള ആഹാരം? അത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, വിവരിച്ച്. എന്താണ്? എരിവല്ലാത്തത്, പുളി അധികമില്ലാത്തത്, ഉപ്പ് അധികമില്ലാത്തത് അല്ലേ, പുളിപ്പ് അധികമില്ലാത്തത്, ഇതൊക്കെയാണ് സാത്വിക ഗുണമുള്ള ആഹാരം എന്ന് പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ. അപ്പോൾ ആഹാരം കഴിക്കുന്നതനുസരിച്ച് നമ്മൾ താഴോട്ടും മുകളിലോട്ടും പോകുന്നു. വൃക്ഷം, ഇത് ആൽവൃക്ഷത്തിൻ്റെ ശാഖയും എന്താണ്? വേരുകളുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൽവൃക്ഷത്തിൻ്റെ എന്താണ്? ശാഖകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കുരങ്ങൻ ഒരു മരത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു മരത്തിൽ ഒരു ശാഖയിലുള്ള ഫലങ്ങളെല്ലാം കഴിച്ചിട്ട് അടുത്ത ശാഖയിലോട്ട് ഓടിച്ചെല്ലും അല്ലേ? എവിടെയാണോ ഫലങ്ങളുള്ളത് ആ ശാഖയിലോട്ട് ഓടിച്ചെല്ലും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ജീവസത്തകൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കർമ്മഫലം, നമ്മളുടെ കർമ്മം നമ്മൾ ചെയ്യുന്നു. അത് സാത്വിക കർമ്മമാണോ രാജസികമാണോ താമസികമാണോ എന്നുള്ള ഒരു കർമ്മങ്ങളുണ്ട് അല്ലേ? ഒരു കശാപ്പുകാരൻ ഏത് കർമ്മമാണ് ചെയ്യുന്നത്? താമസിക കർമ്മമാണ് ചെയ്യുന്നത്. ഒരു കമ്പനി നടത്തുന്നവൻ ഏത് കർമ്മമാണ് ചെയ്യുന്നത്? രജോ ഗുണം പകർന്ന കർമ്മമാണ് ചെയ്യുന്നത്. ഒരു അധ്യാപകൻ ഏത് കർമ്മമാണ് ചെയ്യുന്നത്? സത്വഗുണം നിറഞ്ഞ്. എന്താണ് പഠിപ്പിക്കുന്നതെന്ന് കാര്യമുണ്ട് അല്ലേ? നമ്മൾ ബോംബ് ഉണ്ടാക്കാൻ അതൊരു അധ്യാപകൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് സത്വഗുണമാണോ? അധ്യാപകനായിട്ട് വല്ല കാര്യമുണ്ടോ? എന്താണ് പഠിപ്പിക്കുന്നത്? നല്ലൊരു അധ്യാപകൻ, നല്ല ശീലമുള്ള ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നതൊന്നും ചെയ്യുന്നതൊന്നുമാണെങ്കിൽ യാതൊരു കാര്യവും ഇല്ല അല്ലേ? പണ്ട് എൻ്റെ ഒരു സംസ്കൃത പഠിപ്പിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു. അദ്ദേഹം പഠിപ്പിക്കുന്നതെല്ലാം വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുള്ള കാര്യങ്ങളാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. പക്ഷേ എന്താണ്?
പുറത്ത് വന്ന് സിഗരറ്റ് വലിക്കും. ഒരു ക്ലാസ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് സിഗരറ്റ് വലിക്കും, അടുത്ത ക്ലാസ് ഇന്നതിന് മുമ്പ്. അതിൻ്റെ അടുത്ത ക്ലാസ് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും സിഗരറ്റ് വലിക്കും. ഒരു ദിവസം ഒരു പാക്കറ്റ് ഫുള്ളും സിഗരറ്റ് വലിക്കും. അപ്പോൾ സംസ്കൃതം എന്താണ്? സത്വഗുണം നിറഞ്ഞ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആചരണം എങ്ങനെയാണ്? സിഗരറ്റ് കൂടിയാണ് ആചരണം. അപ്പം നമുക്ക് സാധാരണ വിദ്യാർത്ഥികൾക്ക് എന്താണ് അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? സിഗരറ്റ് കുടിക്കാം. ഒരു അധ്യാപകനായാലും നല്ലത് പഠിപ്പിച്ചു തന്നാലും സിഗരറ്റ് കുടിക്കാം, യാതൊരു കുഴപ്പവുമില്ല, ഒരു ദിവസം ഒരു പാക്കറ്റ് സിഗരറ്റ് കുടിക്കാം എന്നുള്ള ഒരു ഉപമയാണ് അയാൾ കാണിച്ചു തരുന്നത്, അല്ലേ? അത് ശരിയാണോ? അത് ശരിയല്ല. അപ്പോൾ ആഹാരശുദ്ധവും സത്വശുദ്ധി, സത്വശുദ്ധവും ധ്രുവാസ്മൃതി. നമുക്ക് ശ്രീകൃഷ്ണൻ്റെ സ്മൃതി ഉണ്ടാവണമെങ്കിൽ നമുക്ക് സത്വശുദ്ധി വേണം. ആദ്യം നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ഭോഗ എന്നാണ് പറയുന്നത്, അല്ലേ? ഈശാവാസ്യം ഇതം സർവം, എല്ലാത്തിൻ്റെയും ഉടമ എന്ന് പറയുന്നത് ഉണ്ടാക്കിയവനും, എല്ലാം ഉണ്ടാക്കിയവനും, എല്ലാത്തിനെ നിലനിൽക്കുന്നവനും, എല്ലാത്തിനെയും നശിപ്പിക്കുന്നവനും എല്ലാം ആരാണ്? ശ്രീകൃഷ്ണനായ ഭഗവാനാണ്, അല്ലേ? അപ്പം ശ്രീകൃഷ്ണനെ നമ്മൾ നിവേദിച്ചിട്ടുള്ള ആഹാരം മാത്രമേ നമ്മൾ കഴിക്കാവൂ. അപ്പോഴാണ് ഈ സത്വശുദ്ധി ഉണ്ടാവുന്നത്, അല്ലേ? സത്വശുദ്ധി ഉള്ള ആഹാരം കഴിച്ചാലേ നമുക്ക് എന്താണ്? നമ്മളുടെ സത്വത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചിത്രം നോക്കുമ്പോൾ എന്താണ്? സത്വത്തിലേക്ക് പോകണം എന്നാൽ എന്താണ്? ഇതിൻ്റെ ഓരോ ശാഖകൾ മുകളിലോട്ടും താഴോട്ടും പോകുന്നുണ്ട്. അപ്പോൾ താഴെയുള്ള ശാഖ, നമ്മൾ കുരങ്ങനാണെന്ന് വിചാരിക്കുക, എല്ലാവരും ഒരു വിധത്തിൽ നമ്മൾ കുരങ്ങന്മാർ തന്നെയാണ്, അല്ലേ? എവിടെ നമുക്ക് ഇന്ദ്രിയ ആസ്വാദനമുണ്ടോ ഉടനെ ആ ശാഖയിൽ നമ്മൾ പോയി പിടിക്കും, അല്ലേ? നമ്മൾ സാധാരണ കാണാൻ പറ്റും, ഒരു ചെറിയ കുട്ടി, ഒരു കുട്ടിയുടെ അടുത്ത് ഫോണുണ്ട്, മറ്റേ കുട്ടിയുടെ അടുത്ത് ഫോണില്ല. ഈ ഫോണുള്ള കുട്ടി ഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫോണില്ലാത്ത കുട്ടി ഈ കുട്ടിയുടെ അടുത്ത് വന്നിരിക്കും, അല്ലേ? അതാണ് ഇന്ദ്രിയ ആസ്വാദനം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ശാഖയിൽ നിന്നും വേറെ ശാഖയിലേക്ക് ചാടി 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 അങ്ങ് പോവുകയാണ്. ഇന്ന് ഈ ന്യൂ തിയേറ്ററിൽ സിനിമ കാണും, നാളെ ശ്രീവിശാഖിൽ സിനിമ കാണും, അല്ലേ? ഓരോ ശാഖയിൽ ഇങ്ങനെ ചാടി ചാടി പോവുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും തമോ ഗുണത്തിലുള്ള ശാഖയിൽ നിന്നും ഉയർന്നുകൊണ്ട് എവിടേക്ക് പോകണം? ആത്മീയ ലോകത്തിൽ അവസാനം പോകണം. പക്ഷേ നമ്മൾ പോകേണ്ടത് തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണം, രജോ ഗുണത്തിൽ നിന്നും സത്വഗുണം, സത്വഗുണത്തിൽ നിന്നും ശുദ്ധ സത്വത്തിലേക്ക് പോകണം. അതാണ് ഈ ചിത്രം കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ രണ്ട് ലോകങ്ങൾ, ആധ്യാത്മിക ലോകം, ഭൗതിക ലോകം, ഇതിൻ്റെ ഇടയിൽ ഒരു സ്ഥലമുണ്ട്. അതെന്താണത്? അതാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണൻ്റെ തൻ്റെ മേനിയിൽ നിന്നും വരുന്ന കിരണങ്ങൾ, അതാണ് എല്ലാ ബ്രഹ്മണോഹി പ്രതിഷ്ഠ അഹം. ഈ സകല ലോകത്തിനെയും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ശ്രീകൃഷ്ണൻ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ബ്രഹ്മം, തൻ്റെ ഹൃദയമേനിയിൽ, നമ്മളെ ശ്രീകൃഷ്ണൻ്റെ മേനിയിൽ നിന്നും ദേഹത്ത് നിന്നും വരുന്ന ആ പ്രകാശമാണ് സകല ലോകങ്ങളെയും പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പം ഈ ചിത്രം വിവരിക്കാൻ തന്നെ നമുക്കൊരു ക്ലാസ് എടുക്കും. ഞാൻ വിചാരിച്ചു ഈ 20 ശ്ലോകങ്ങൾ ഒന്നൊന്നായിട്ട് വായിച്ചു പോകാമെന്ന്. ഇതിന് തന്നെ ഇപ്പോൾ 20 മിനിറ്റായി. പക്ഷെ കാര്യം മനസ്സിലായോ? ഈ ചിത്രം പഠിച്ചാൽ നമുക്ക് 15ാമത്തെ അധ്യായത്തിനെ കുറിച്ച് 10 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റുമോ? ഈ ചിത്രം വെച്ചോണ്ട് ഇനി പറ്റുമോ? അല്ലേ? ഈ ചിത്രം വെച്ചോണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് സംസാരിക്കാൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റണം. ഇതുവരെ എന്തൊക്കെ നോക്കി? എല്ലാവർക്കും വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നമുക്ക് ആരെങ്കിലും ഓരോരുത്തരും വോളണ്ടറി ചെയ്ത് പറയാം. ഇതുവരെ എന്ത് നോക്കി? ചിത്രത്തിൽ 2 കാര്യങ്ങളുണ്ട്, മുകൾ ഭാഗം, താഴ്ഭാഗം. എന്താണ് മുകൾ ഭാഗത്തിൽ? ആധ്യാത്മിക ലോകം. കീഴ്ഭാഗത്തിൽ എന്താണുള്ളത്? ഭൗതിക ലോകം. ക്ലിയർ ആണല്ലോ? ഇതിന്റെ ഇടയ്ക്ക് എന്താണുള്ളത്? അല്ല, അരയിലുണ്ട്. ഞാനിപ്പോൾ അവസാനം പറഞ്ഞ ഒരു കാര്യം, ഇടയിൽ ബോർഡർ വരുന്നത് എന്താണ്? ബ്രഹ്മജ്യോതി. ബ്രഹ്മജ്യോതി എന്താണ്? ബ്രഹ്മാവിന്റെ മേനിയല്ല, ശ്രീകൃഷ്ണൻ, ഭഗവാനല്ല, ശ്രീകൃഷ്ണന്റെ തിരുമേനിയിൽ നിന്നും വരുന്ന പ്രകാശം, അല്ലേ? അതിനാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ താഴോട്ട് എന്താണ് അടുത്ത പറഞ്ഞ പോയിന്റ്? ആരോ പറഞ്ഞു ഇവിടെ എന്തുണ്ട്? വൃക്ഷത്തിന്റെ ഏത് വൃക്ഷമാണ്? അരയാൾ വൃക്ഷമാണ്. പിന്നെ ആ അരയാൾ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണ്? വേര് താഴോട്ടും മുകളിലോട്ടും പോകുന്നുണ്ട്, ശാഖകൾ
ശാഖകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഭൗതിക ലോകം എന്താണ്? പ്രതിബിംബമാണ്. ഒറിജിനൽ വൃക്ഷമല്ല, ഒറിജിനൽ അരയാൽ വൃക്ഷമല്ല, പ്രതിബിംബമാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? പിന്നെന്താണ് നമ്മൾ കണ്ടത്? ഗുണങ്ങൾ, 3 ഗുണങ്ങൾ കണ്ടു. അത് 3 ഗുണങ്ങൾ. പക്ഷെ ഈ വൃക്ഷത്തിനെ ആസ്വദിച്ച് എങ്ങനെയാണ് ആ 3 ഗുണങ്ങളുള്ളത്? മുകളിലോട്ടുള്ള ശാഖകൾ ഏത് ഗുണമാണ്? സാത്വിക ഗുണം. മധ്യത്തിലോ രജോ ഗുണം, താഴോട്ടോ തമോ ഗുണം. മനസ്സിലായോ? ഇപ്പൊ 5 മിനിറ്റ് സംസാരിച്ചല്ലോ, ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. 15-ാം അധ്യായം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ പറയാനുള്ളൂ അല്ലേ? ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം 15-ാമത്തെ അധ്യായത്തിൽ ഒരു ഭാഗമായി കഴിഞ്ഞു. പിന്നെ നമ്മൾ കർമ്മങ്ങൾ എന്താണ് പറഞ്ഞത്? ഓരോ ശാഖകളിൽ നിന്നും നമ്മൾ ചാടി അടുത്തടുത്ത ശാഖകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മുകളിലോട്ടും താഴോട്ടും. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ആ ശാഖകളിൽ എന്തുണ്ട്? ഫലങ്ങളുണ്ട് അല്ലേ? ഫലങ്ങളുണ്ട് അല്ലേ? വൃക്ഷത്തിൽ എന്തുകൊണ്ടാണ് കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്? അതിനകത്തുള്ള ഫലം കഴിക്കാനാണ്. താഴത്തിലെ ശാഖയിലെ ഫലം തീരുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത ശാഖയിലോട്ട് പോകും അല്ലേ? അടുത്ത ശാഖയിലോട്ട് പോയി അവിടുത്തെ പഴം കഴിക്കും. എന്നിട്ട് അപ്പോഴത്തേക്കും അതെല്ലാം മുകളിലോട്ടെല്ലാം കഴിച്ചു വരുമ്പോൾ താഴെ തിരിച്ച് ഫലം ഉണ്ടാകും, തിരിച്ചും താഴോട്ട് വരും, എന്നിട്ട് അവിടെ പോയി കഴിക്കും. അപ്പോൾ ഈ ഫലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപമ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഫലത്തിൻ്റെ ഉപമ എന്താണ്? ഇന്ദ്രിയാസ്വാദനം. അപ്പം കർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് ഈ ഫലങ്ങൾ നമുക്ക് തരുന്നത്. ഈ വൃക്ഷത്തിലെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കർമ്മം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അത് ഏത് ഗുണത്തിനെ ആസ്വദിച്ചാണോ അതിനനുസരിച്ചുള്ള ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ശാഖകളിൽ ഓടിച്ചാടി നടക്കുന്നത്. അതായത് വേറെ വേറെ യോനികൾ അല്ലേ? 84 ലക്ഷം യോനികളിൽ നമ്മൾ ജീവസത്തകൾ നമ്മൾ ജനിക്കുന്നു അല്ലേ? എന്തുകൊണ്ടാണ് 84 ലക്ഷം യോനികളുള്ളത്? അത്രയും ആഗ്രഹങ്ങൾ, അത്രയും ഫലേച്ഛ നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് മേളത്തെ സ്വർഗലോകത്തിൽ എന്താണ് അവിടെ കിട്ടുന്നത്? അവിടെ എന്താണ്? വലിയ മദ്യം കിട്ടും, അടിപൊളി മദ്യം കിട്ടും. അവിടെ കൂടെ അപ്സരസുമാരും നല്ല ഭംഗിയായ ഗന്ധർവന്മാരും ഒക്കെ ഉണ്ടായിരിക്കും, പാട്ടുപാടാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അത് ആസ്വാദനം, അതൊരു ഫലമാണ്. അത് ആസ്വാദനം ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ശാഖയിലോട്ട് പോകണമെന്ന് തോന്നും. നമുക്ക് സ്വർഗലോകത്തിനെ കുറിച്ച് മുഴുവനായിട്ടും അറിയാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് ഭയങ്കര മിന്നാമിനുങ്ങ് പോലെയാണ് കാണിക്കുന്നത്. പക്ഷെ എന്താണ് കുഴപ്പം? അവിടെ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. നമ്മളുടെ കർമ്മഫലം, നമ്മളുടെ ക്രെഡിറ്റ്, ബാങ്കിലെ അക്കൗണ്ട് തീർന്നു കഴിഞ്ഞാൽ നമ്മളുടെ വിദേശയാത്ര നിർത്തി നമ്മൾ സ്വദേശത്തിലോട്ട് വരേണ്ടി വരും അല്ലേ? എത്ര പേര് വിദേശത്തിൽ പോയിട്ടുണ്ട്? ബാങ്ക് അക്കൗണ്ട് നോക്കി 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 വിദേശത്തിൽ പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്. ശ്രീലങ്കയിലും ദുബായിലും അബുദാബിയിലും പോയിട്ടുണ്ട്. നമ്മൾ ബാങ്ക് അക്കൗണ്ട് നോക്കും അല്ലേ? ഒന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് നോക്കും, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നോക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോൺ കിട്ടുമോ എന്ന് നോക്കും. ലോൺ കിട്ടിയാൽ വിദേശയാത്ര, നേപ്പാൾ, കാഠ്മാണ്ഡു എവിടെയെങ്കിലൊക്കെ പോകും നമ്മൾ. എന്നിട്ട് പണം തീരാറാവുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ക്ഷീണേ പുണ്യേ കേരള ലോകം വിശന്തി അല്ലേ? വീണ്ടും കേരളത്തിലോട്ട് വരും. എന്നിട്ട് ജോലി എടുക്കും. കൂലിപ്പണി, ഓഫീസ്, എവിടെയെങ്കിലൊക്കെ പോയി അധ്യാപകൻ ഓരോ ജോലി എടുക്കും. വീണ്ടും പൈസ കൂടി വരുമ്പോൾ 1 ലക്ഷം 2 ലക്ഷം വരുമ്പോൾ എന്ത് ചെയ്യും? പിന്നെയും പോവും മുകളിലോട്ട്. അത് തന്നെയാണ് നമ്മൾ സ്വർഗലോകത്തിലും പോകുന്നത്. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് ഈ ആൽവൃക്ഷത്തിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് എന്താണ്? ഇലകൾ എന്ന് പറയുന്നത് എന്താണ്? വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളാണ്. വേദത്തിൽ നമുക്ക് കർമ്മഫലം ലഭിക്കാനുള്ള മന്ത്രങ്ങൾ. എങ്ങനെ സ്വർഗത്തിൽ പോകാം, എങ്ങനെ ചന്ദ്രമണ്ഡലത്തിൽ പോകാം, എങ്ങനെ സൂര്യമണ്ഡലത്തിൽ പോകാം, എങ്ങനെ നമുക്ക് പറക്കാൻ സാധിക്കാം, എങ്ങനെ ഒരു പറക്കും തളിക നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഇതിനൊക്കെ മന്ത്രങ്ങളുണ്ട് വേദത്തിൽ. അതിൻ്റെ ഉപമ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ വൃക്ഷത്തിൻ്റെ ഇലകളാണ് എന്താണ്? മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഛന്ദാംസി യസ്യ പർണാനി. ഛന്ദാംസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം. യസ്യ പർണാനി എന്ന് പറഞ്ഞാൽ ഇലകൾ അല്ലേ?
ഈ ഇലകളാണ് ഓരോ വേദമന്ത്രവും. ഓരോ ശാഖകളിലും പല പല തരം ഇലകളുണ്ട്. നമുക്ക് സത്വഗുണത്തിലാണെങ്കിലോ അതിനനുസരിച്ചുള്ള മന്ത്രങ്ങളുണ്ട്. സത്വഗുണത്തിൽ ഉയരാനുള്ള മന്ത്രങ്ങളുണ്ട്, തമോ ഗുണത്തിൽ ഉയരാനുള്ള മന്ത്രങ്ങളുണ്ട്. തമോ ഗുണത്തിൽ ഇനിയും പോയി നമുക്ക് ഇനി അതല വിതല സുതല എന്ന് പറയുന്ന ലോകത്തിൽ പോയി ഒരുപാട് ഇന്ദ്രിയാസ്വാദനം ചെയ്യാനുള്ള മന്ത്രങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ബലി മഹാരാജാവാണ് അവിടെ താഴോട്ട് 80,000, നമ്മളുടെ ഭൂലോകമണ്ഡലം എന്ന് പറയുന്നത് നടുക്കാണ് ഇരിക്കുന്നത്. അതിൽ നിന്നും 80,000 യോജനം അല്ല 80,000 മൈല് 80,000 മൈല് താഴോട്ട് പോയി കഴിഞ്ഞാൽ 80,000 യോജനമാണോ മൈലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓരോ തലവും 80,000 മൈലിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തടുത്ത ലോകത്തിലേക്ക് പോകാൻ പറ്റും. നമുക്ക് ജലം വഴി താഴത്തെ ലോകത്തിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ താഴോട്ട് പോയി നമുക്ക് നാഗലോകത്തിലും പിന്നെ സുതല ലോകത്തിലൊക്കെ പോകാൻ പറ്റും. അവിടെ സൂര്യപ്രകാശമൊന്നുമില്ല. അവിടെ സർപ്പങ്ങളുടെ മേളിലുള്ള ആ രത്നമാണ് അവിടെ പ്രകാശം. ആ പ്രകാശം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കും. പക്ഷെ അവിടെ ഒരുപാട് പെണ്ണും മദ്യവും അവിടെ ഇഷ്ടം പോലെ കിട്ടും അവിടെ, അല്ലേ? ഇന്ദ്രിയാസ്വാദനം ഒരുപാടുള്ള സ്ഥലമാണ് ഈ സുതല ലോകം അല്ലെങ്കിൽ ദേവലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഛന്ദാംസി യസ്യ പർണാനി. നേരത്തെ എന്താണ് പറഞ്ഞത്? ഛന്ദാംസി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, വേദമന്ത്രങ്ങൾ. എന്താണ്? നമുക്ക് നമ്മളുടെ കർമ്മഫലം, നമുക്ക് കർമ്മഫലം കിട്ടാൻ, ആ ശാഖയിലുള്ള ആ ഒരു ഫലം കിട്ടാൻ വേണ്ടി ആ ഒരു മന്ത്രം അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? നമുക്ക് മക്കളില്ല, മക്കൾ വേണം, ഞാൻ ഒരു യജ്ഞം ചെയ്യുകയാണ്, അതിനുള്ളൊരു മന്ത്രമുണ്ട്. പുത്രകാമിഷ്ടി എന്ന് പറയുന്ന ഒരു യജ്ഞമുണ്ട്. ആ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മക്കൾ ജനിക്കും. നമുക്ക് ചന്ദ്രനിലോട്ട് പോകണം. ISROയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല, നമുക്ക് ജോലി കിട്ടിയില്ല, നമുക്ക് ചന്ദ്രനിലോട്ട് പോകണം. അതെന്ത് ചെയ്യും? ചന്ദ്രായന വ്രതം എന്ന് പറയുന്ന ഒരു വ്രതമുണ്ട്. 1 മാസം ചന്ദ്രായന വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ശരീരം നമുക്ക് ചന്ദ്രലോകത്തിൽ കിട്ടും, അല്ലേ? നമുക്ക് നൈഷ്ഠിക ബ്രഹ്മചാരി ആയി കഴിഞ്ഞാൽ നമുക്ക് സൂര്യലോകത്തിലേക്ക് ചെല്ലാൻ പറ്റും. പിന്നെ വർണ്ണാശ്രമം ശരിയായിട്ട് 4 വർണ്ണാശ്രമവും ശരിയായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രഹ്മലോകത്തിലേക്ക് ചെല്ലാൻ പറ്റും. അതിനുള്ള മന്ത്രങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഓരോ ശാഖയിൽ ഉള്ള ഓരോ ഇലകളും ഓരോ വേദമന്ത്രമാണ്. നമുക്ക് എങ്ങനെ ഉയരാൻ സാധിക്കും എന്നുള്ള അതിനുള്ള ഒരു പരിഹാരമാണ് ഈ വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ഏകദേശം ഒരു ഐഡിയ പിടികിട്ടിയോ? അപ്പം നമ്മൾ ഏറ്റവും താഴെയുള്ള ശാഖയിൽ, ഈ വൃക്ഷത്തിൻ്റെ പ്രതിബിംബത്തിൽ ഏറ്റവും താഴെയുള്ള ശാഖയിലാണ് നമ്മളുള്ളതെന്ന് വിചാരിക്കുക. നമ്മൾ അതിനകത്താണ് ഇരിക്കുന്നത്. നമ്മൾ ഇവിടെ എഴയുന്ന ജന്തുക്കളാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ എഴയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ ബുദ്ധിയിലുള്ള നമ്മളുടെ ബോധം എന്ന് പറയുന്നത്, നമ്മളെന്ന് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർ മാത്രമല്ല, ഞാൻ പൊതുവെ സമൂഹത്തിനെയാണ് പറയുന്നത്. നമ്മളുടെ പൊതുസമൂഹം എന്ന് പറയുന്നത് താമസിക ഗുണമാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വന്നു? ശാഖകൾ ഏറ്റവും താഴെ വേറെന്തോ ഞാൻ പറയാൻ വന്നു. ഛന്ദാംസി യസ്യ പർണാനി ഏതാ? യസ്ത്വം വേദസ വേദവിദ. അപ്പം വേദം നമുക്ക് അറിയണമെങ്കിൽ ഈ വൃക്ഷത്തെ, ഈ പ്രതിബിംബത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വേദത്തിനെ പഠിച്ചതുപോലെയാണ്. 4 വേദങ്ങളെ കഷ്ടിച്ച് 10,000 വർഷം നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ വൃക്ഷത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ വൃക്ഷത്തിൻ്റെ പ്രതിബിംബത്തിനെ ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, പ്രതിബിംബത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദം അറിഞ്ഞ തുല്യമാണ് എന്ന് ആദ്യത്തെ ശ്ലോകം തന്നെ പറയുന്നുണ്ട്. ഞാൻ ഉറക്കെ വായിക്കാം. ശ്രീ ഭഗവാൻ വാച ഊർധ്വമൂലമതശാഖ അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സവേദവേദ്. വിവർത്തനം AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായ ഒരു അശ്വത്ഥമുണ്ട്. അക്ഷയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വൃക്ഷത്തിനെ നാശം സംഭവിക്കുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആധ്യാത്മിക ലോകത്തിൽ ഉള്ള ഒരു വസ്തുവിനും ഒരു നാശവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രഹ്മമാണ്, അല്ലേ? നമ്മൾ അഹം ബ്രഹ്മാസ്മിയാണ്. നമ്മൾ ബ്രഹ്മന്മാരല്ല. നമ്മൾ ജീവസത്തകളാണ്, ബോധമുള്ള ജീവസത്തകളാണ്.
നമുക്കും ഒരിക്കലും നാശം സംഭവിക്കില്ല. ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ. ശരീരം നശിച്ചു പോയാലും ഈ ആത്മാവിന്, നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എവിടത്തെ വ്യക്തികളാണ് ശരിക്കും? ഇവിടെ പറയുന്ന വാക്കിൻ്റെ അക്ഷയമായ സ്ഥലത്തിൻ്റെ, ക്ഷയം ഇല്ലാത്ത സ്ഥലത്തിൻ്റെ വാസികളാണ് നമ്മൾ, അല്ലേ? നമ്മൾ ക്ഷയം ഇല്ലാത്ത വ്യക്തികളാണ്. നമ്മൾ ഈ ശരീരത്തിൽ പെട്ടുപോയെന്നേ ഉള്ളൂ. ഒരു ഒരു പ്രിസൺ, ഒരു ജയിലിൻ്റെ അകത്ത് കിടക്കുന്നത് പോലെയാണ് നമ്മളുടെ ഈ ജീവാത്മാവ് ഈ ശരീരത്തിനകത്ത് കിടക്കുന്നത്. നമുക്ക് പറക്കാൻ സാധിക്കില്ല, ഓടി പല കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ പറ്റൂല, നമുക്ക് പരിമിതികളുണ്ട്. അപ്പോൾ അശ്വത്ഥമുണ്ട്, അതിൻ്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ വൃക്ഷമെന്ന് അറിയുന്നവർ അത്രേ വേദജ്ഞൻ, അല്ലേ? 4 വേദം പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഈ വൃക്ഷത്തിനെ അറിയുക നിങ്ങൾ വേദം പഠിച്ചതിൻ്റെ തുല്യമാണ്. വീണ്ടും ഊന്നി പറയുകയാണ് ഈ അധ്യായത്തിൽ. എന്താണ്? വേദൈശ്ച സർവേർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിത് ഏവ ചാഹം. വേദൈശ്ച സർവേർ അഹമേവ വേദ്യോ. ആരാണോ ശ്രീകൃഷ്ണനെ വേദത്തിൻ്റെ സാരമായി അറിയുന്നത്, വേദാന്തകൃത്, അദ്ദേഹമാണ് വ്യാസദേവനായി വേദാന്തം കൃതി ചെയ്തത്. വേദാന്തം എന്ന് പറഞ്ഞാൽ എല്ലാ വേദത്തിൻ്റെയും സാരം, അന്ത്യം, വേദത്തിൻ്റെ അന്ത്യം. ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വേദാന്തം. 4 വേദങ്ങളുടെയും സിദ്ധാന്തം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് വേദാന്തം. അപ്പോൾ വേദാന്തകൃത്, വേദാന്തം ആരാണ് രചിച്ചത്? വ്യാസദേവനാണ്. പക്ഷേ ശ്രീകൃഷ്ണനാണ് വ്യാസദേവനെ കൊണ്ട് അത് രചിച്ചത്, അല്ലേ? വേദവിദ്, വേദങ്ങളിൽ നിന്നും അറിയേണ്ട വ്യക്തിയും ശ്രീകൃഷ്ണനാണ്. ഏവ ചാഹം. ഏവ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും, ഇതിൽ യാതൊരു സംശയവുമില്ല, സർട്ടൻലി എന്നാണ് പറയുന്നത്. ഇപ്പം 2 തവണ ഈ അധ്യായത്തിൽ ഊന്നി പറയുന്നുണ്ട്, ഈ വൃക്ഷത്തിനെ അറിയുന്നവൻ, ശ്രീകൃഷ്ണനെ അറിയുന്നവൻ, ഈ അനശ്വരമായ, ഈ അക്ഷരമായ അശ്വത്തിനെ അല്ലെങ്കിൽ അരയാൽ വൃക്ഷത്തിനെ അറിയുന്നവൻ, അവനാണ് ശരിക്കും വേദത്തിനെ അറിയുന്നവൻ, അല്ലെങ്കിൽ അവളാണ് ആ വേദത്തിനെ അറിയുന്നവൻ, അല്ലേ? അപ്പൊ ഈ ചിത്രം വെച്ച് നമുക്ക് ഇനി പെട്ടെന്ന് അങ്ങ് പോവാം. എത്ര 1 മണിക്ക് തീർക്കണോ? 1:15. 1:30 10 മിനിറ്റ്, 1:20. അല്ല, എപ്പോൾ തീർക്കണം? 1 മണിക്കാണോ? 1:15. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് നോക്കി, എന്നിട്ട് നമുക്ക് ചോദ്യം എന്തെങ്കിലും, ഇതുവരെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? കാര്യങ്ങൾ മനസ്സിലായോ? ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ശൃൺവന്തി നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു, അല്ലേ? നമ്മൾ കേട്ട് കഴിഞ്ഞു. അടുത്തത് എന്താണ്? 2ാമത്തെ സ്റ്റെപ്പ് ഗായന്തി. ഗായന്തിന് പാട്ട് പാടണ്ട, ശ്ലോകം നല്ല രീതിയിലൊന്നും പാട്ട് പാടേണ്ട ആവശ്യമൊന്നുമില്ല. പൊട്ടിപ്പൊളിഞ്ഞ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അർത്ഥം കറക്റ്റായിട്ട്, ആശയം മാറ്റാതെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. ആചാര്യന്മാരുടെ പരമ്പരയിൽ വന്ന ആ അർത്ഥം നമുക്ക് അതുപോലെ പറഞ്ഞു കൊടുക്കണം, അല്ലേ? പറയാൻ പറ്റുമോ? ഇനി ഗായന്തി പാർട്ട് ഓക്കെ ആണോ? ഇതുവരെ 15ാമത്തെ അധ്യായത്തിലെ ഗായന്തി പാർട്ട്. അപ്പോൾ ഗായന്തി പാർട്ട് ഓക്കെ ആണെങ്കിൽ 3ാമത്തെ ഓട്ടോമാറ്റിക്കലി നടന്നു കഴിഞ്ഞു. എന്ത് നടന്നു കഴിഞ്ഞു? ഗൃണന്തി, ശൃൺവന്തി, ഗായന്തി, ഗൃണന്തി. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂ. ഒരു 5 വരി പറയാൻ പറ്റുമോ എല്ലാവർക്കും? അല്ലേ? ഇതുവരെ 15ാമത്തെ അധ്യായം 5 വരി പറയാൻ പറ്റുമോ? ആരെങ്കിലും പറഞ്ഞു നോക്കുന്നുണ്ടോ? ശരി, സാരമില്ല, നമുക്ക് അടുത്ത ഇതിൽ പോവാം. 2ാമത്തെ ശ്ലോകം. അധശോർദം പ്രസൃതാസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാളാഃ അധശ്ച മൂല്യാനനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. വിവർത്തനം. ഈ വൃക്ഷത്തിൻ്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു. നേരത്തെ നമ്മൾ നോക്കിയല്ലേ? അപ്പോൾ ഈ പോഷണത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. ഒരു വൃക്ഷത്തിന് എന്താവശ്യമാണ്? വെള്ളം. വെള്ളമാണ് കൂടുതലും ആവശ്യം. വളം ഒരിക്കൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഇട്ടാൽ മതി. പക്ഷെ വെള്ളം ഇടാതെ ആണെങ്കിൽ ഒരു വൃക്ഷം എന്താവും? പാടിപ്പോവും. പ്രകാശവും വേണം. അപ്പോൾ പ്രകാശം ഉണ്ടെന്ന് സങ്കല്പിക്കുക.
അപ്പം എന്താണ് ഇതിൻ്റെ പ്രകാശം? നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം, ശ്രീകൃഷ്ണന്റെ തിരുമേനിയിൽ നിന്നും വരുന്ന പ്രകാശമാണ് ഈ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. നമ്മൾ ആ ബോർഡർ, ആധ്യാത്മിക ലോകത്തിന്റെയും ഭൗതിക ലോകത്തിന്റെയും ബോർഡറിലുള്ളത് എന്താണ്? ശ്രീകൃഷ്ണന്റെ തിരുമേനിയാണ്. അവിടെ നിന്നും വരുന്ന പ്രകാശമാണ് ആ ബ്രഹ്മജ്യോതിയിലുള്ളത്. പിന്നെന്താണ് നമ്മളിവിടെ പറഞ്ഞു വന്നത്? എന്താണ്? പോഷണം. അപ്പോൾ ഈ ഓരോ ശാഖകൾക്കും പോഷണം കൊടുക്കുന്നത് എന്താണ്? വെള്ളമാണ് സാധാരണ വൃക്ഷത്തിന് പോഷണം കൊടുക്കുന്നത്. ഈ ശാഖകൾക്ക് പോഷണം കൊടുക്കുന്നത് എന്താണ്? 3 ഗുണങ്ങളാണ്. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളാണ് ഓരോ ശാഖകൾക്കും പോഷണം കൊടുക്കുന്നത്. അതും താഴോട്ട് വരുംതോറും ആ വെള്ളത്തിൻ്റെ അംശം, ആ തമോ ഗുണത്തിൻ്റെ അംശം കൂടി വരികയാണ്. ആ വെള്ളത്തിലുള്ള പോഷണം കൊടുക്കുന്ന ആ തമോ ഗുണത്തിൻ്റെ അംശം കൂടി വരികയാണ്. അങ്ങനെ ഓരോ തലത്തിലും മധ്യത്തില് രജോ ഗുണത്തിൻ്റെ അംശം കൂടുതലാണ്, മേളില് സത്വഗുണത്തിൻ്റെ അംശം കൂടുതൽ. അങ്ങനെ 3 തലത്തിലും പോഷണം വെവ്വേറെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെയാണ് അവിടുത്തെ ഫലങ്ങളും ഉണ്ടാകുന്നത്. താഴോട്ടുള്ള ഫലങ്ങളല്ല മധ്യത്തിലോട്ട് ഫലം, മധ്യത്തിലോട്ടുള്ള ഫലമല്ല മേളിലോട്ടുള്ള ഫലം, അല്ലേ? ഇങ്ങനെ വ്യത്യാസമായി പോവുകയാണ്. പിന്നെന്താണ് വിവർത്തനം പറയുന്നത്? ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇതിൻ്റെ ചില്ലകൾ. ചില്ലകൾ കേട്ടിട്ടുണ്ടോ? ശാഖയിൽ നിന്നും വരുന്ന ഇത്, അല്ലേ? നമ്മളെ റോസാ ചെടി, നമ്മൾ ആണ് എന്ത് പറയുന്നത്? ചില്ല എന്ന് പറയുന്നത്, അല്ലേ? ഒരു ശാഖയിൽ നിന്നും വരുന്ന ആ ഒരു ഭാഗം, ഒരു പൂവോ കായോ എന്തെങ്കിലും വരുന്ന ഭാഗത്തിനെ ചില്ല എന്ന് പറയുന്നു. ആ ചില്ല ഇവിടെ ഉപമ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? ഇന്ദ്രിയ വിഷയങ്ങളാണ് അതിൻ്റെ ഇന്ദ്രിയ വിഷയങ്ങൾ, അല്ലേ? ഇന്ദ്രിയ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെല്ലാം അറിയാം. എന്താണ്? ചെവി, കണ്ണ്, ദൃഷ്ടി, കേൾവി, മണം, അല്ലേ? എന്താണ്? ടേസ്റ്റ്. പിന്നെ എന്താണ്? ത്വക്ക്. അതിനെന്ത് പറയും? സ്പർശം. കറക്റ്റ്, സ്പർശം. അപ്പം ഈ 5 കാര്യങ്ങളാണ് ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഈ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? അതിൻ്റെ ഇലകളാണ് അതിൻ്റെ ഛന്ദസ് അല്ലെങ്കിൽ മന്ത്രം, വേദമന്ത്രമാണ് ഇലയുടെ ഉപമ. ഇപ്പോൾ പറയുന്നത് ചില്ലകളാണ്. ചില്ലകൾ ഇതിൻ്റെ ഉപമയാണ്. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഈ ചില്ലകളുടെ ഉപമ എന്ന് പറയുന്നത്. അവസാനത്തെ വരി എന്താണ്? ഇവ മനുഷ്യ സമുദായത്തിൻ്റെ ഫലോദ്ദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവ അത്രേ, അല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയാണ് നമുക്കവിടെ ഒരു കായോ, നമ്മളുടെ ആ പ്രവൃത്തി അനുസരിച്ചുള്ള ഒരു കർമ്മഫലമാണ് അവിടെ ഉണ്ടാകുന്നത്. അതാണ് ഈ വരിയിൽ പറയുന്നത്. 3-ാമത്തെ ശ്ലോകം എന്താണ്? ന രൂപമസ്യേഹ തതോപലഭ്യത്തെ നാന്തോ ന ചാതിർന സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തതഃപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യത പ്രവൃത്തിഃ പ്രസൃതാ പുരാണി. വിവർത്തനം: ഈ വൃക്ഷത്തിൻ്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണുകയില്ല, അല്ലേ? എന്തുകൊണ്ട് കാണുകയില്ല? ഇത് പ്രതിബിംബമാണ്, അല്ലേ? നമ്മൾ ഒരു വെട്ടത്തിൽ വൃക്ഷത്തിൻ്റെ ഛായ അല്ലെങ്കിൽ പ്രതിബിംബം വെള്ളത്തിലോട്ട് വീഴുന്നു. പെട്ടെന്ന് ഒരു മേഘം വന്ന് ആ വെട്ടത്തിനെ മൂടുന്നു. അപ്പോൾ എന്തു പറ്റും? ഈ ഛായ, പ്രതിബിംബം കാണാൻ പറ്റുമോ? രാത്രി ഒരു വൃക്ഷത്തിൻ്റെ പ്രതിബിംബം കാണാൻ പറ്റുമോ ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തിൽ? അപ്പോൾ അവിടെ എന്താണ്? അനിത്യമാണ്, അല്ലേ? പുരുഷം, ശാശ്വതം, നിത്യം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, അല്ലേ? അനിത്യം. അത് ഏത് ശ്ലോകത്തിലാണ് അനിത്യം വരുന്നത്? അനിത്യം അശ്ലോകം അസ്മത് ലോകം. അനിത്യം എന്താണ്? നമ്മളുടെ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് അനിത്യമാണല്ലേ? അനിത്യമാണ്, നിത്യമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അത് ഛായ മാത്രമാണ്. യഥാർത്ഥ ആൽവൃക്ഷത്തിൻ്റെ പ്രതിബിംബമാണ് നമ്മളുടെ ഈ ഭൗതിക ലോകം. ചിലപ്പോൾ ഉണ്ട്, ചിലപ്പോൾ പ്രതിബിംബമുണ്ട്, ചിലപ്പോൾ പ്രതിബിംബമില്ല. ഒരു മൂടൽ വന്നു കഴിഞ്ഞാൽ പ്രതിബിംബമില്ല, മൂടൽ മാറിക്കഴിഞ്ഞാൽ പ്രതിബിംബമുണ്ട്. അതുപോലെയാണ് ഈ നമ്മളുടെ സകല സൃഷ്ടിയും ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, നശിഞ്ഞു പോകുന്നു.
ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, നശിഞ്ഞു പോകുന്നത് പോലെയാണ് ഈ മൂടൽ വരിക, മൂടൽ മാറുക, അല്ലേ? അതാണ് ഈ ഭൗതിക സൃഷ്ടി എന്ന് പറയുന്നത്. അത് നശ്വരമല്ല, അത് അനിത്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ വൃക്ഷത്തിൻ്റെ അതിൻ്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല. ഈ വൃക്ഷത്തിൻ്റെ ഏറ്റവും താഴോട്ടുള്ള ഭാഗത്തിലാണ് നമ്മൾ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മധ്യത്തിലാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ വേരുകളും ശാഖകളും ഇങ്ങനെ വളഞ്ഞും കുളിഞ്ഞും ഇങ്ങനെ പോവുകയാണ്. ആരൊക്കെ ശബരിമലയിൽ പോയിട്ടുണ്ട്? ഭക്തനാവുന്നതിന് മുമ്പ് ശബരിമലയിൽ പോയി കാണും. ഞാനും പോയിട്ടുണ്ട്, ഒരു 18-25 തവണ പോയിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ചില വർഷം 2-3 തവണയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ശബരിമലയിൽ പോകുമ്പോൾ എന്താണ്, ചിലപ്പം നമ്മൾ രാവിലെ അങ്ങ് നടന്നു പോകുമ്പം ഈ വെയിൽ അധികം വന്നിട്ടില്ലെങ്കിൽ എന്ത് പറ്റും, ഇരുണ്ടിരിക്കും ഇങ്ങനെ, അല്ലേ? എന്തുകൊണ്ടാണ് ഇരുണ്ടിരിക്കുന്നത്? ഈ വൃക്ഷങ്ങളുടെ ശാഖകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വെളിച്ചത്തിനെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മൾ മധ്യത്തിലോ താഴെയോ ആണെങ്കിൽ അവിടെ കൂരി ഇരുട്ടാണ് അവിടെ, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാണുന്നില്ല, ഇതിൻ്റെ അടിവാരം എവിടെയാണെന്ന് നമുക്ക് കാണുന്നില്ല. നമ്മൾ മധ്യത്തിലോ താഴെയോ ആണെങ്കിൽ നമുക്ക് ആധ്യാത്മിക ലോകം ഉണ്ടോ, ശരിക്കും ഉണ്ടോ, എന്താണ് ഈ ആധ്യാത്മിക ലോകം എന്നുള്ള ഒരു ചിന്ത നമ്മൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും. ദൈവമുണ്ടോ എന്നുള്ള മനസ്സൊക്കെ നമുക്ക് തോന്നും. സ്വർഗമൊക്കെ ഉണ്ടോ, അല്ലേ? ചില പേര് ചോദിക്കാറുണ്ട്, സ്വർഗം നരകമൊക്കെ എല്ലാം ഇവിടെ ഉള്ളതല്ലേ, അല്ലേ? നമുക്ക് ക്യാൻസർ വരുമ്പോൾ നമുക്ക് നരകമാണ്, നമുക്ക് ഐസ്ക്രീം കിട്ടുമ്പോൾ നമുക്കത് സ്വർഗമാണ് എന്നാണ് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അങ്ങനല്ല. പ്രപഞ്ചത്തിൻ്റെ 7 ഉലകം എന്നാണ് പറയുന്നത്, അല്ലേ? 14 ഉലകം ലോകങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? 14 ലോകങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അടിവാരം, ഈ വൃക്ഷത്തിൻ്റെ പ്രതിബിംബത്തിൻ്റെ അടിവാരം എവിടെയാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല, അല്ലേ? എങ്ങനെയാണോ നമുക്ക് ശബരിമലയിൽ പോയി ആ വെളിച്ചമില്ലാത്ത സമയത്ത് മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു വെളിച്ചം കാണുന്നില്ല. ഒരുപാട് ചെടിയും മരവും ശാഖയും വള്ളിയും അങ്ങോട്ടും ഇങ്ങോട്ട് പോയത് കൊണ്ട് ഭയങ്കര ഇരുട്ടാണ്. വെളിച്ചം ഇത് രാത്രിയാണോ പകലാണോ എന്നൊക്കെ നമുക്ക് ചിലപ്പം തോന്നിപ്പോവും, അല്ലേ? ചില പേര് ഈ സിനിമാ തിയേറ്ററിലൊക്കെ പോയിട്ടുണ്ടോ? അത് ചോദിക്കാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അയ്യോ ഇതിനെ ഉത്തരം പറയണോ വേണ്ടയോ. അപ്പോൾ ഞാൻ പണ്ട് ഒരു 50 വർഷം മുമ്പ് ഞാൻ പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും, അല്ലേ? സിനിമാ തിയേറ്ററിൽ അകത്ത് കയറി കഴിഞ്ഞാൽ പകലാണോ രാത്രിയാണോ എന്ന് അറിയാൻ പറ്റുമോ? ഓക്കെ, സിനിമാ തിയേറ്റർ വേണ്ട. നമുക്ക് മോളിൽ പോയാൽ അറിയാൻ പറ്റുമോ പകലാണോ രാത്രിയാണോ എന്ന്? അറിയാൻ പറ്റില്ല, അല്ലേ? അതുപോലെയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നത്. നമ്മൾ മധ്യത്തിലും താഴോട്ടുമാണ് ഇരിക്കുന്നത്. നമുക്ക് മുകളിലോട്ട് വെളിച്ചമുണ്ടോ എന്ന് ഒന്നും അറിയുന്നില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ എടുത്ത് പറയുന്നത് എന്താണ്, ഇതിൻ്റെ അടിസ്ഥാനമോ ആരംഭമോ അവസാനമോ ഒന്നും അറിയുന്നില്ല. എല്ലാം സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെ എന്ന് വ്യാഖ്യാനിക്കുന്ന പല ആൾക്കാർക്ക് നമ്മൾ കേൾക്കാറുണ്ട്, അല്ലേ? ഇവിടെ തന്നെയാണ് സ്വർഗം, ഇവിടെ തന്നെയാണ് നരകം, വേറെ ലോകമൊന്നും ഇല്ല. വേറെ ലോകത്തിൽ കണ്ടില്ലേ, ഇസ്രോയും നാസയും പോയി പറഞ്ഞത് എന്താണ്, ബാക്കി ഒരു ലോകത്തിലും ആൾക്കാരൊന്നും ഇല്ല, ജീവരാശികളൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഉണ്ടെങ്കിൽ ഈ നേരം കൊണ്ട് ഇവിടെ വന്നേനെ, ഇതുവരെ വന്നില്ല, അല്ലേ? ആർക്കറിയാം, അവർ ചിലപ്പം ഭക്തി ചെയ്യുന്നുണ്ടാവും, അവർ ഒരു തിരയും ഇട്ട് ഭക്തി ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇതിൻ്റെ അടിവാരം നമുക്ക് അറിയുന്നില്ല, അവസാനം അറിയുന്നില്ല, ആദ്യം അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. പിന്നെന്താണ് പറയുന്നത് ഇവിടെ? വേര് ഉറച്ച് ഉയർന്ന് ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ച് കളയണം. ഇത് മുഖ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഒരാൾക്ക് മനസ്സിലായി, ഞാൻ കൂര ഇരുട്ടിലാണ് ഇരിക്കുന്നത്. ശാസ്ത്രങ്ങൾ പറയുന്നു എനിക്ക് ദുഃഖാലയം അശാശ്വതം, അല്ലേ? എനിക്ക് ദുഃഖങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സുഖം വരുന്നു, ദുഃഖം വരുന്നു, എനിക്ക് ദുഃഖത്തിനെ തടയാൻ പറ്റുന്നില്ല. സുഖത്തിനെ നോക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പം വല്ലപ്പോഴും ഒരിക്കൽ ചെറിയ സുഖം മാത്രമേ കിട്ടുന്നുള്ളൂ, കൂടുതലും ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ അശാശ്വതമായ ദുഃഖങ്ങൾ നിറഞ്ഞ ഇടത്തിൽ നിന്നും എനിക്കൊരു മോചനം കിട്ടില്ലേ, അല്ലേ? ചില അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ വിളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയെങ്കിലും എനിക്കിവിടെ നിന്ന് ഒരു മുക്തി കിട്ടണേ എന്നൊക്കെ വിളിക്കും, അല്ലേ? കാരണം അത്രയും അവർക്ക് അവരുടെ ആ ദേഹം അങ്ങനെ ആരോഗ്യം പ്രശ്നങ്ങൾ എല്ലാം ഉള്ളത് കൊണ്ട് കാല് വയ്യ, കൈ വയ്യ, മുട്ടുവയ്യ, തലവയ്യ. ഇപ്പോൾ പിന്നെ രോഗങ്ങൾ ഇപ്പോൾ പറയേ വേണ്ട. ഇപ്പോൾ ക്യാൻസറും വേറെ ഒരുപാട് രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ വന്നിട്ടുണ്ട്.
അത് കാരണം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ വാർദ്ധക്യം കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പം അവർക്കൊക്കെ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് മുക്തി കിട്ടിയാൽ മതി. ഹരേ കൃഷ്ണ, മുക്തി കിട്ടിയാൽ മതി എന്നുള്ള നിലയിലാണ്. അപ്പം അങ്ങനെ നമ്മളുടെ അകക്കണ്ണു തുറക്കുമ്പോൾ അത് ഇവിടെ നിന്ന് തുറക്കണം. ഇതുപോലെ വേദഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ, പ്രത്യേകിച്ച് 15-ാമത്തെ അധ്യായം പോലെ ഉള്ള പുരുഷോത്തമ യോഗം പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ജ്ഞാനചക്ഷു എന്ന് പറയുന്ന ഒരു വാക്കിവിടെ പറയുന്നുണ്ട്. ജ്ഞാനചക്ഷു എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് നിറഞ്ഞ ആ കണ്ണുകൾ ഈ കണ്ണ് തന്നെ ആവണമെന്നുമില്ല. നമ്മളുടെ മനസ്സിൻ്റെ കണ്ണ് എന്ന് പറയുന്ന ഒരു കണ്ണുണ്ട്. ആ മനസ്സ് ശാസ്ത്രങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണ് തുറക്കപ്പെടും, അല്ലേ? പലവർക്കും ഇവിടെ സ്വാമിമാരാവുന്നത് എങ്ങനെയാണ്? മുക്കണ്ണ്, മൂന്നാമത്തെ കണ്ണ് തുറക്കണം, എനിക്ക് മൂന്നാമത്തെ കണ്ണുണ്ട്, അല്ലേ? അവരിങ്ങനെ പറഞ്ഞൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ കണ്ണ് എവിടെയാണ്? ഹൃദയത്തിലാണുള്ളത്. നമ്മളുടെ ഹൃദയം തുറക്കണം. ഈ ശാസ്ത്രം പറയുമ്പോൾ ഹൃദയം തുറന്നു കഴിഞ്ഞാൽ, അകക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? അതെങ്ങനെ ചെയ്യാൻ പറ്റും? ദൃഢനിശ്ചയത്തോടെയും വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ചു കളയാനാകും. നമ്മൾ ഈ ശാഖകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുകളിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വെട്ടിങ്ങനെ മാറ്റണം, അല്ലേ? ഒരു കാട്ടിനുള്ളിൽ നമ്മളൊരു പാത ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു കയ്യിൽ കമ്പോ ഒരു കത്തിയോ വെട്ടുകത്തിയോ പിച്ചാത്തിയോ വല്ല വെച്ചിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകും, പാത ഉണ്ടാക്കിക്കൊണ്ട് പോകും. അതാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ നമുക്ക് ഉയരാം? ആ ആയുധത്തിൻ്റെ ഇരുമുനകൾ എന്തൊക്കെയാണ്? ആ വാളിൻ്റെ ഇരുമുനകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? ദൃഢനിശ്ചയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ 16 മാല ജപിക്കും, ഞാൻ ഭഗവത്ഗീത 15-ാമത്തെ അധ്യായം യഥാരൂപം എന്നും ഇനി 10 ദിവസത്തേക്ക് വായിക്കും. ദൃഢനിശ്ചയം, അല്ലേ? അതാണ് ദൃഢനിശ്ചയം. ഞാൻ ശ്രീകൃഷ്ണനെ നിവേദ്യം ചെയ്ത ആഹാരം മാത്രമേ കഴിക്കുകയുള്ളൂ. കല്യാണത്തിൽ കിട്ടുന്ന വിരുന്ന് ഞാൻ കഴിക്കുകയില്ല, അല്ലേ? കല്യാണത്തിൽ വെജിറ്റേറിയൻ കൊടുക്കുന്ന വിരുന്നും ഞാൻ കഴിക്കുകയില്ല. പായസം മാത്രം കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞാലും ഞാൻ കുടിക്കുകയില്ല. ഞാൻ സാത്വികമായ ശ്രീകൃഷ്ണനെ നിവേദിച്ചിട്ടുള്ള ആഹാരം മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ. ഇതാണ് ദൃഢനിശ്ചയം എന്ന് പറയുന്നത്. 16 മാല, ഗ്രന്ഥങ്ങൾ വായിക്കുക, ആഹാരത്തിൽ നിയമം അനുസരിച്ച് നമ്മൾ ആഹാരം കഴിക്കുക. ആഹാരം എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രസാദം, ഭഗവത് പ്രസാദം. കല്യാണത്തിൽ പോയി വെജിറ്റേറിയൻ ആഹാരം കഴിക്കുന്നത് അത് ഭഗവത് പ്രസാദമാകത്തില്ല, അല്ലേ? അപ്പോൾ ദൃഢനിശ്ചയമാകുന്ന ഒരു മുനയും, അടുത്ത മുന എന്താണ്? ഇവിടെ പറയുന്നുണ്ട് വിരക്തി. 2 മുനകൾ ഉള്ള ഒരു ആയുധം കൊണ്ട് നമ്മൾ ഈ ശാഖകളെ വെട്ടി നുറുക്കി കൊണ്ടുപോകണം. മുകളിലോട്ട് പോകണം. ദൃഢനിശ്ചയമാകുന്ന ഒരു മുനയും, അടുത്ത മുന ഏതാണ്? വിരക്തി എന്താണ്? ഞാൻ കുടുംബം ഉപേക്ഷിച്ച് ഞാൻ സന്യസിക്കാൻ പോവുകയാണ്, അതാണോ വിരക്തി? അത് ബാഹ്യമായ വിരക്തിയാണ്. 10 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും, അല്ലേ? എത്ര വീട്ടിലെ ആൾക്കാർ പോയി വന്നിട്ടുണ്ട്? ഒരാഴ്ചത്തേക്ക് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലോ ഞാൻ വിട്ടിട്ട് പോവുകയാണ്, എനിക്ക് മതിയായി. ഭാര്യയോ ഭർത്താവോ പറയും, അല്ലേ? ഒരു വഴക്കുണ്ടാവുമ്പോൾ എന്ത് പറയും? എനിക്ക് മതിയായി, ഇതിനെ കൊണ്ട് എനിക്ക് മതിയായി, ഞാൻ പോവാണ്, എൻ്റെ അമ്മയുടെ വീട്ടിൽ പോവാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലൊക്കെ പോവുകയാണെന്ന് പറഞ്ഞ് ഭർത്താവ് ഇറങ്ങിപ്പോവും. പിന്നെ മക്കൾ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ഒന്നും നിൽക്കുന്നില്ല, ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞ് മകൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ വേറെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകും, അല്ലേ? ഇതെന്ത് വിരക്തിയാണ്? മർക്കട വൈരാഗ്യം എന്നാണ് പറയുന്നത്. മർക്കട വൈരാഗ്യം. എന്തുകൊണ്ടാണ് ആ വൈരാഗ്യത്തിന് മർക്കട വൈരാഗ്യം എന്ന് പറയുന്നത്? കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു മർക്കടം എന്ന് പറഞ്ഞാൽ എന്താണ്? കുരങ്ങ് ഒരു ശാഖയിലിരിക്കും, ഈ ഫലം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ശാഖയിൽ നോക്കിക്കൊണ്ടിരിക്കും. അവിടെ ഒരു പെൺകുരങ്ങുണ്ടോ, അവിടെ വേറെ ഒരു ആൺകുരങ്ങുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു വേറെ നല്ല ഫലമുണ്ടോ, ഉടനെ ഇവിടെ നിന്ന് ചാടി അങ്ങോട്ട് പോകും, അല്ലേ? അപ്പം നമ്മളുടെ എന്താണ് ഇത്? പക്ഷേ കുരങ്ങിൻ്റെ എന്താണ്? കുരങ്ങെന്ന് പറയുന്നത് ഒരു വസ്ത്രവും ധരിക്കാതെ, വിരക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊസഷൻ ഇല്ലാതെ, കയ്യിലൊന്നുമില്ലാതെ. കുരങ്ങൻ്റെ കയ്യിൽ ഷർട്ടുണ്ടോ, പാൻറ്റുണ്ടോ, അണ്ടർവെയർ ഉണ്ടോ, ബാഗുണ്ടോ, പെർസുണ്ടോ, ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഇപ്പോൾ കുരങ്ങൻ വിരക്തിയല്ലേ? അല്ല, അത് ബാഹ്യമായ വിരക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിന് മർക്കട വൈരാഗ്യം എന്ന് പറയുന്നത്.
നമ്മൾ പെട്ടെന്ന് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിരക്തി എന്ന് പറഞ്ഞാൽ ആദ്യം ഉള്ളിലാണ് വിരക്തി വരേണ്ടത്, പുറത്തോട്ടല്ല. ആർക്കാണോ ഉള്ളിൽ ആദ്യം വിരക്തി വരുന്നത്, ഭഗവത്ഗീത യഥാരൂപം അനുസരിച്ച് അതാണ് ശരിയായ വിരക്തി എന്ന് പറയുന്നത്. അങ്ങനെ സമ്പാദിച്ച ഒരു വിരക്തി എന്ന് പറയുന്ന ആ മുന, അത് രണ്ടാമത്തെ മുന. ആദ്യത്തെ മുന എന്ന് പറയുന്നത് ദൃഢനിശ്ചയം. 16 മാല ജപിക്കും, ഞാൻ കൃഷ്ണപ്രസാദം മാത്രമേ കഴിക്കുകയുള്ളൂ, ദിവ്യഗ്രന്ഥങ്ങൾ പഠിക്കും, വൈഷ്ണവന്മാരെ ഞാൻ സേവിക്കും, അമ്പലത്തിൽ വന്ന് ഞാൻ സേവനമനുഷ്ഠിക്കും. ഇതൊക്കെയാണ് ദൃഢനിശ്ചയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഗുണങ്ങളും ഉള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ആയുധം ഉള്ളതുപോലെ ഇവിടെ ഉപമ പറഞ്ഞിരിക്കുന്നത്. ആ ആയുധം കൊണ്ട് ശാഖകൾ ഇങ്ങനെ വെട്ടി 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 മുകളിലോട്ട് പോയി അവസാനം എവിടെ പോകും? ആധ്യാത്മിക ലോകത്തോട്ട് പോകും. അവസാനത്തെ വരിയും കൂടെ പഠിച്ചിട്ട് നമുക്കത് നിർത്താം. എന്നിട്ട് എവിടെ ചെന്നാൽ തിരിച്ചു വരവില്ലയോ ആ ദിവ്യപദം പൂകി സ്മരണാതീത കാലം മുതൽക്കേയുള്ള എല്ലാറ്റിൻ്റെയും ഉറവിടമായ പരമപുരുഷന് സ്വയം സമർപ്പിക്കണം. അല്ലേ? അവിടെയാണ് അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത്. ഇതെല്ലാം ചെയ്താൽ മാത്രം മതിയോ? ശാഖകൾ വെട്ടി വെട്ടി അങ്ങ് പോയാൽ മതിയോ? ഈ വിരക്തിയായ സമ്പാദ്യം അല്ലെങ്കിൽ ദൃഢനിശ്ചയമായ സമ്പാദ്യം ഉണ്ടാക്കിയാൽ മതിയോ? വേറെ എന്താണ് വേണ്ടത്? നമുക്ക് ആ സമർപ്പണ ഭാവം, കൃഷ്ണപ്രേമം, വൈഷ്ണവന്മാരെ അല്ലെങ്കിൽ ആചാര്യ പരമ്പരയെ ഞാൻ അവരുടെ തിരുവടിയിൽ അല്ലെങ്കിൽ തൃപ്പാദങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, അവിടെ പോയി ഞാൻ സ്ലേവ് ആകണമെന്നല്ല, ഞാനൊരു അടിമയാകണമെന്നല്ല. അവിടെ പറയുന്നത് ആ ഗുരു അല്ലെങ്കിൽ ആ ഒരു മുതിർന്ന വൈഷ്ണവൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പാലിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ ജീവിതത്തിൽ കൃഷ്ണനെ നടുക്ക് കേന്ദ്രീകരിച്ച്, എൻ്റെ ജീവിതം കൃഷ്ണനെ കേന്ദ്രീകരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ക്ഷമത ആ ഒരു മുതിർന്ന വൈഷ്ണവനോ വൈഷ്ണവിയോ നമുക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അതിന് യാതൊരു മറുവാക്കും ഇല്ലാതെ അതിന് സ്വീകരിക്കുക. അല്ലാതെ നമ്മൾ ഇവിടെ വിരക്തി എന്ന് പറയുന്ന ബാഹ്യമായ വിരക്തിയില്ല. നമ്മൾ ഹൃദയത്തിൽ ആരും ഇവിടെ പറയത്തില്ല ഇന്ന് വീടെല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് വരണം, ഇനി മുതൽ തൈക്കാടിൽ താമസിച്ചാൽ മതി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഗിരിരാജ് പ്രഭു ആരുടെ അടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. എല്ലാ ഞായറാഴ്ചയും വരണം, ഉത്സവങ്ങളിൽ പള്ളിച്ചൽ വരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലേ? ഒരു മുതിർന്ന വൈഷ്ണവൻ എന്താണോ പറയുന്നത് അത് അത്തുപടി അനുസരിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ദിവ്യപദം പോകാനാകും. അവിടെ ആരുണ്ട്? അവിടെ ദിവ്യപദത്തിൽ ശ്രീകൃഷ്ണനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ ഉണ്ട്. അവിടെ പോയാൽ അതിൻ്റെ ഗുണം എന്താണ്? 1 വേ ടിക്കറ്റാണ്, തിരിച്ചു വരവില്ല. അല്ലേ? നമ്മളെവിടെ പോയാലും തിരിച്ച് വരാനാണ് നോക്കുന്നത്. ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്താൽ രണ്ടാമത്തെ എന്ത് ചെയ്യും? റിട്ടേൺ ടിക്കറ്റ് എപ്പോൾ ബുക്ക് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. തത്കലിൽ എടുക്കണോ സാധാരണ എടുക്കണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അല്ലേ? നമുക്ക് തിരിച്ചു വരണം. പക്ഷെ ഇവിടെ പോയാൽ എന്താണ്? തിരിച്ചു വരവ് ഇല്ല. അപ്പൊ തിരിച്ചു വരവ് ഇല്ല. എന്തുകൊണ്ടാണ് തിരിച്ചു വരിക? നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്. എന്തുകൊണ്ട് നല്ലതാണ്? പുനരപി ജനനം പുനരപി മരണം. നമുക്ക് വേണ്ടാത്ത കൊണ്ട് വാർദ്ധക്യം, രോഗം എന്നീ കാര്യങ്ങൾ വേണ്ടാത്തത് കൊണ്ട് നമുക്ക് അവിടെ തന്നെ നിന്ന് ശ്രീകൃഷ്ണ പ്രേമം നമുക്ക് സമ്പാദിച്ച് അവിടുത്തെ വൈഷ്ണവന്മാരെയും അവിടുത്തെ എല്ലാ വാസികളെയും വൈകുണ്ഠവാസികളെയും നമുക്ക് സേവനമനുഷ്ഠിക്കാനുള്ള ഒരു അവസരം കിട്ടാൻ നമ്മൾ കാത്തു നിൽക്കണം. അപ്പം അതും പറഞ്ഞ് ഞാനിവിടെ നിർത്താം. അപ്പോൾ 4 ശ്ലോകങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളൂ. അല്ലേ? നമ്മൾ ആ ചിത്രം ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനിയുള്ളത് 5-ാമത്തെ ശ്ലോകം മുതൽ 20-ാമത്തെ ശ്ലോകം വരെ ഉണ്ട്. വീട്ടിൽ പോയി എത്ര പേര് ഈ 5-ാമത്തെ ശ്ലോകം മുതൽ 20-ാമത്തെ ശ്ലോകം വരെ പഠിക്കും? എല്ലാവരും പഠിക്കും. അല്ലേ? നാളെ എത്ര പേര് 1-ാമത്തെ ശ്ലോകം മുതൽ 20-ാമത്തെ ശ്ലോകം വരെ പഠിക്കും? എല്ലാവരും പഠിക്കും. എത്ര എന്ന് വരെ ചെയ്യണം ഇത്? 14 വരെ ചെയ്യണം. പിന്നെ ചെയ്താലും കുഴപ്പമില്ല. എന്താണ്? നമ്മൾ ശീലിച്ചു പോയാൽ എന്ത് ചെയ്യും? പേപ്പർ വായിച്ച് 1 മാസം ശീലിച്ചു പോയാൽ പിന്നെ പേപ്പർ ഇല്ലാതെ നമുക്ക് പറ്റില്ല. പേപ്പർ ആൾ വന്നില്ലെങ്കിൽ നമുക്ക് അന്വേഷിക്കാം അദ്ദേഹത്തെ എങ്ങനെ. അല്ലേ? അപ്പോൾ അതുപോലെ ശീലിച്ചു പോകും. 14 ദിവസം 10 ദിവസം ശീലിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള ജീവിതകാലം മുഴുവനും നമുക്ക് പഠിക്കാനുള്ള ആ ഒരു രസം നമുക്ക് ഇതിൽ നിന്നും കൃഷ്ണൻ പ്രദാനം ചെയ്യും.